ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ മാരിടൈം നേഷൻ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്ട് 14 മേജർ പോർട്ടുകളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന 14 മേജർ പോർട്ടുകളും 200-ലധികം നോൺ മേജർ പോർട്ടുകളാണ് നമുക്കുള്ളത്. നമ്മുടെ കേരളത്തിലെ കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് ഒരു മേജർ പോർട്ടാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിലാണ് അത് വരുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് DP World ആണ്. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന പോർട്ടാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അദാനിയാണ്, നമുക്കറിയാം. ഇതല്ലാതെ തന്നെ നമുക്ക് പല നോൺ മേജർ പോർട്ടുകളും നമുക്ക് കേരളത്തിലുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പോർട്ട് തന്നെയാണ് അഴീക്കൽ പോർട്ട്. അഴീക്കൽ പോർട്ട് കണ്ണൂർ അതുപോലെ തന്നെ മലബാർ റീജിയനിലുള്ള ഒരു വലിയ പോർട്ടായി തീരാനുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു സ്കോപ്പുള്ള പോർട്ട് തന്നെയാണ് അഴീക്കൽ പോർട്ട്. നമുക്കറിയാം നമ്മുടെ മലബാർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി അതുപോലെ തന്നെ കുരുമുളക് സ്പൈസസ് ഒക്കെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഈ കാർഗോസ് എല്ലാം വരുന്നത് കൊച്ചിൻ പോർട്ടിലോട്ടാണ്. അപ്പോൾ അതിന് ബദലായിട്ട് മലബാറിൽ ഒരു വലിയ പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ അഴീക്കൽ പോർട്ടിന് ഇതുവരെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അഴീക്കൽ പോർട്ടിന് ഡ്രാഫ്റ്റിൻ്റെതായിട്ടുള്ളൊരു കൺസേൺ ഉണ്ട്. ഏതാണ്ട് 4 മീറ്ററൊക്കെയാണ് അഴീക്കൽ പോർട്ടിൻ്റെ ആഴം വരുന്നത്. ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ ഒരു വലിയ പ്രൈവറ്റ് കമ്പനിയെ ക്ഷണിച്ചിട്ട് നമ്മുടെ പോർട്ടിനെ ഒന്ന് മാറ്റിയെടുക്കുക, നമ്മുടെ പോർട്ടിൻ്റെ ആഴം കൂട്ടുക, ഏതാണ്ട് 14.5 മീറ്റർ ആഴത്തിലോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ പനാമാക്സ് ഇനത്തിൽപ്പെട്ട, പനാമാക്സ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും വലിയ ഷിപ്പുകളല്ല എങ്കിലും ഏതാണ്ട് 10,000 TEU കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു ഷിപ്പിനെ ഇവിടെ കൊണ്ടുവരാൻ തക്കതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ടുള്ള പ്രപ്പോസലിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഓഫർ ഫസ്റ്റ് 35 ഇയേഴ്സിലോട്ട് റവന്യൂ ഷെയറിംഗ് ഒന്നും കൊച്ചിൻ കേരള ഗവൺമെൻറ് കൊടുക്കേണ്ട എന്നുള്ളതാണ്. നമുക്കറിയാം പല ടെർമിനൽസും ടെർമിനൽ ഓപ്പറേറ്റർമാരും എന്തുകൊണ്ടാണ് പോർട്ടിൽ വരാതിരിക്കാനുള്ളൊരു റീസൺ റവന്യൂ ഷെയറിംഗ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പോർട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനവും മറ്റും നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ ഓപ്പറേഷൻ അവർക്ക് റിസ്കിയാണ്, ലാഭകരമല്ല. അപ്പോൾ ഗവൺമെൻറ് 35 ഇയേഴ്സിലേക്ക് കൊടുക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അദാനി പോലെയുള്ള വലിയ കമ്പനീസും വരുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഒരു 40 ഇയേഴ്സിൻ്റെ കരാറാണ്. അതായത് 40 ഇയേഴ്സ് വരെ ഈ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനിയാണ്. ഫസ്റ്റ് 15 ഇയേഴ്സിലോട്ട് കേരള ഗവൺമെൻറ്റിന് അവർക്ക് പ്രത്യേകിച്ച് റവന്യൂ ഷെയറിംഗ് ഒന്നും കൊടുക്കേണ്ടതായിട്ടുള്ള വ്യവസ്ഥയില്ല. കാരണം ഈ പോർട്ടിൻ്റെ കംപ്ലീറ്റ് റിസ്ക്കും കംപ്ലീറ്റ് ഓപ്പറേഷനും അതുപോലെ തന്നെ ഫിനാൻസും എല്ലാം ചെയ്തിരിക്കുന്ന അദാനിയാണ്. ഇനി DP World കൊച്ചിൻ പോർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വല്ലാർപാടം ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന DP World 30 വർഷത്തെ ഒരു പാട്ടക്കരാറാണ്. അത് റവന്യൂ ഷെയറിംഗ് വ്യവസ്ഥയിലുള്ള പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെൻറ്റിന് നിശ്ചിതമായിട്ടുള്ളൊരു തുക റവന്യൂ ഷെയറിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റവന്യൂ ഷെയറിംഗ് വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെ 35 വർഷത്തോട്ട് റവന്യൂ ഷെയറിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പല പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസും വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി അദാനി പോലെയുള്ള വലിയ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ മലബാർ റീജിയനിലെ ഒരു വലിയ പോർട്ടായിട്ട് തന്നെ നമ്മുടെ ഈ പോർട്ട് തീരും.